ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഈ റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഈ റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഓക്കെ, നിങ്ങളോടൊപ്പം ഈ റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാകുമോ? ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഓക്കെ, 10 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം എല്ലാ കാലവും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നിങ്ങൾക്കറിയാം, സ്പിരിച്വൽ വേൾഡ് വിത്ത് 2.0 എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നറിയില്ല, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്, മാനിഫെസ്റ്റേഷന് വേണ്ടി താല്പര്യമുള്ളവർ ആ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും മടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അത്രത്തോളം ഇതിനകത്ത് ഒരു ഇൻപുട്ട് ഇടാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം ശ്രമിച്ചിട്ടും പലപ്പോഴും ഇതൊരു പ്രശ്നങ്ങളിലൊക്കെ വന്നിട്ട് നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഇതൊന്ന് ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, തീർത്തും ഒരു കണക്ഷൻ ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരു ലെസ് കോണ്ടാക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആ ഒരു രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പാണ്. ചിലവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. നിങ്ങളിപ്പോൾ ഇനി നോ കോണ്ടാക്ട് പോയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല, ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോടെയും ഒക്കെ ഈ ഒരു വ്യക്തിയെ തിരികെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ തിരിച്ച് റിലേഷൻഷിപ്പിൽ വ്യക്തിയെ കൊണ്ടുവന്നു, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു പകുതി മനസ്സോടെയാണ് നിങ്ങൾ ഇതിൽ നിൽക്കുന്നത്. ശരിക്കും ഇത് നല്ല രീതിയിൽ വരുമോ, ഇതിനൊരു എൻഡ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇത് എപ്പോഴും തന്നെ ഒരു പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മടുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നന്നായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് വർക്കാവില്ല, ഇനി ഇതിലേക്ക് ഒരു എനർജി ഇട്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സണോട് അത്രയും ഒരു ഇഷ്ടമുണ്ട്. അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടവുമല്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെലവഴിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു മടുപ്പ് തോന്നുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നിങ്ങൾ കൊടുത്ത അതേ രീതിയിലുള്ള ഒരു എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇട്ടിട്ടില്ല. അപ്പൊ അതാണ് നിങ്ങളെ കൂടുതലായിട്ട് മടുപ്പിക്കുന്നത്. ഇത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടും ഇത് നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളെ മടുപ്പിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണ്, ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. സത്യം പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിട്ടില്ല. ആ ഒരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിരാശ ബാധിക്കുന്നു, ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നില്ല, അത്തരത്തിലുള്ള ചിന്തകൾ, ഒരു നെഗറ്റീവ് ചിന്തകൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ വളരെ ഓക്കെ ആണ്, വളരെ സന്തോഷത്തിൽ പോകാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ അല്ല, മനസ്സാകെ ഒന്ന് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ എനർജീസ് ഇവിടെ ഉള്ളതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ഒരു ബ്രേക്ക് എടുക്കാൻ തന്നെയാണ് പറയുന്നത്. ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും കുറെ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ മടുപ്പ് തോന്നുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്നത്, ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നും. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് എടുക്കുക, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ മറന്നിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോവുക, സെൽഫ് ലവ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരു ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവായ തിങ്കിങ്ങും, എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ കെട്ടിത്തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് എല്ലാം വേണം, റിലേഷൻഷിപ്പും വേണം, അതുപോലെ ലൈഫും വേണം, മറ്റുള്ള ഫ്രണ്ട്സ് വേണം, എല്ലാവരും വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തൂങ്ങി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരോ കുഞ്ഞു കാര്യങ്ങളും പ്രശ്നമാണ്. പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിങ്ങളിപ്പോ എങ്ങനെ നിന്നെന്ന് പറഞ്ഞാലും ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആകാനുള്ളതാണെങ്കിൽ സോൾവ് ആകും. ഇല്ല ഇനി ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ളതാണെങ്കിൽ അത് അങ്ങനെ പോവുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ എങ്ങനെ നിന്നു, എങ്ങനെ അവരുടെ അടുത്ത് കിഴിഞ്ഞു നിന്നിട്ടും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുറേ ചിന്തിച്ചു കൂട്ടിയതുകൊണ്ടും ഒന്നും മാറാനായിട്ട് പോകുന്നില്ല. അത് നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കും. അപ്പൊ ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഈ ഒരു പേഴ്സണെ കുറിച്ചോ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ ഒരു കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഒരു വ്യക്തിയുടെ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് സോൾവ് ആയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനർജീസ് ആണ് നിങ്ങളുടെ കിട്ടുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ, നിരാശ, വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില സമയം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വശമുണ്ട്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഒക്കെ. എല്ലാവർക്കും അങ്ങനെ ചില സമയങ്ങൾ നമ്മൾ ഡൗൺ ആകും. ആ ഒരു സമയത്ത് നമ്മൾ കയറി വരേണ്ടത് ഒരു എനർജിയിലേക്ക്, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കയറി വരേണ്ടത് ഓവർ തിങ്കിങ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്ത് ഈ വ്യക്തിയുടെ എനർജി ഏകദേശം നിങ്ങളുടെ എനർജിയുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയാം. കാരണം ഇവരും ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പോലെയുള്ള ഒരു എനർജി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് കളയണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ പലപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് പോലെയുള്ള ഒരു രീതിയിലുള്ള എനർജീസ് ആണ് കാണുന്നത്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെ തന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒന്ന് ഉയർന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഡെവലപ്പ് ആകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെൽവിഷർ ആയിട്ട് നിന്ന് മറ്റുള്ളവരൊക്കെ നിങ്ങളെ ചവിട്ടി താഴ്ത്തിയ സമയങ്ങളിലൊക്കെ നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങൾ ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം, അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്, ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ അവർ തന്നിട്ടും ഉണ്ടാകാം ആ ഒരു സമയത്തൊക്കെ. അപ്പൊ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്നിരുന്ന അവർക്ക് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തതിനുള്ള മെയിൻ കാരണമായിട്ട് കാണുന്നത് നമുക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അത് തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും മൂന്നാമതൊരാൾ അല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം ഇവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി ഉള്ള പേഴ്സണൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയിലേക്ക് അവർക്ക് കൂടുതലായി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടാകാം, ഇല്ലെങ്കിൽ പേരൻസ് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാകാം. അപ്പം അത്തരത്തിൽ എന്തോ ഒരു കാര്യത്തിൽ പെട്ടിട്ട് ഇവർക്ക് ആ ഒരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലൈവായിട്ടുള്ള സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ആ ഒരു സ്നേഹമൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ
പോകാനായിട്ട് കഴിഞ്ഞില്ല, അതവിടെ ഒരു മുറിഞ്ഞു പോയി. അപ്പോൾ അത്രയും രീതിയിൽ നിങ്ങളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ വ്യക്തി പിൻവലിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇതില്ല, പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് ഒരു സൈലന്റ് ആയി പോയ ഇതിലേക്ക്. എന്നാൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വിളിക്കാൻ സംസാരിക്കാം. ആ ഒരു രീതിയിലായി പോയത് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത രീതി ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അതൊരു അസ്വസ്ഥത തന്നെയാണ്. അപ്പൊ ഈ ഒരു പേഴ്സണും ഇവരുടെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും ഇവർക്കും അത് വളരെയധികം വിഷമം നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. തേർഡ് പാർട്ടിയുടെ എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു സിറ്റുവേഷൻ ആകാം, ചിലപ്പോൾ ഒരു പേഴ്സൺ ആകാം, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പേഴ്സണും ആകാം. അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ ഒരു ഇമേജ് കോൺഷ്യസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് സോഷ്യൽ പരമായ കാര്യങ്ങൾ, ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അപ്പം ഞാൻ ആ ഒരു രീതിയൊക്കെ നോക്കി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിന് കളങ്കം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതായത് സമൂഹത്തെ പേടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സമൂഹത്തിന് മുന്നിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇവരെ ആശ്രയിച്ച് ഫാമിലിയിൽ കുറെ ആളുകൾ ഉണ്ടാകാം. ഇപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവരെ ആശ്രയിച്ച് നിൽക്കുന്നവരാകാം. ഇവരൊരു ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇവർക്ക് എക്സ്പ്ലോർ ചെയ്ത രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഓരോ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ ഉണ്ടാകാം. ഭയങ്കര ഒരു ലവ് ബോംബിംഗ് ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ അത് അങ്ങനത്തെ രീതിയിൽ ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്കത് കണ്ടിന്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് നല്ലൊരു ഹാപ്പി ആയിട്ട് രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു ഡൗണിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നാളും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിന്നാണല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്താ ഡൗണിലേക്ക് പോയത്. ഇവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് അത് ഭയങ്കര രീതിയിൽ എക്സ്പോസ് ചെയ്ത് വരികയും പിന്നെ ഡൗൺ ആയി. കാരണം അവർക്ക് ഈ സൈഡിൽ കുറേ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തതിന് ശേഷമാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ. അവർക്ക് മനസ്സുകൊണ്ട് ഒത്തിരി അധികം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനും, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനും, പല സ്ഥലങ്ങളിൽ പോകാനും, നിങ്ങളോടൊപ്പം എൻജോയ്മെന്റ് ഒക്കെ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ലാത്ത കുറെ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതാണ് ഇതൊരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓൺ ആൻഡ് ഓഫ് രീതിയിൽ അപ്പൊ നിങ്ങളും ചിന്തിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ ഒരു ലെസ് കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നില്ല, നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എപ്പോഴും ഇവർ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ ടൈം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയാത്ത രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അവരെപ്പോഴും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഫുൾ ഫോക്കസ് നിങ്ങളിലേക്ക് അവർ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല, അവരുടേതായ കാര്യങ്ങളിലൂടെ അവർ പോകുന്നു. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് അതിൻ്റെതായ പർപ്പസും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് കുറേ നാളുകളായിട്ട് ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇവിടെ വെച്ച് ഇതിനൊരു എൻഡ് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് അവസാനിക്കില്ല. വീണ്ടും നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. ഇനി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയി നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയാൽ പോലും നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കലും ഇതൊരു സ്ഥലത്ത് വെച്ച് എൻഡ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെൻഷനോ ആദ്യമോ ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഇത് സെപ്പറേഷനിൽ പോയി നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ പോയാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് വട്ടം തിരിഞ്ഞ് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു ബാലൻസിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ചില കർമാസ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പർപ്പസുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അതിന്റെ ഒരു സ്ട്രഗിൾസ് ആണ് പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ
ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺ ആൻഡ് ഓഫ് പോലെയുള്ള വിഷമങ്ങളും ഘട്ടങ്ങളും ഒക്കെ. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ വല്ലാതെ ഒരു ടെൻഷനിലും ഡിപ്രഷനിലും ഒക്കെയാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് റിലീസ് ആവുക. കാരണം ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു എനർജിയിലേക്ക് മാറുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ഒരു ശാന്തമായ മനസ്സോടുകൂടി പോവുക. അതോടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്, നിങ്ങൾക്ക് വളരെ ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും വിഷമിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, എങ്കിൽ കൂടിയും നിങ്ങളാണ് കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവർക്ക് പിന്നെയും ഒരു പ്രതീക്ഷയുണ്ട്, ഇത് ഓക്കെ ആകും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എല്ലാം സെറ്റായി ബാലൻസായി വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓൺ ആൻഡ് ഓഫിൽ പോയി അവസാനം ഇതൊരു ദിവസം എൻഡായി പോകും, ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമേ തന്നെ, അത് റിലേഷൻഷിപ്പ് ഉള്ളത് അതങ്ങനെ പോയിക്കോട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത്, കരിയർ ഫോക്കസ് ചെയ്ത്, സെൽഫ് കെയർ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്ക് സോൾ മെസ്സേജസ് ഒന്ന് എടുക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. If I had a choice, if being with anyone in the world, I would still choose you. ഓക്കെ, ഇനി എനിക്കൊരു ചോയ്സ് ഉണ്ട്, ഈ ഒരു ജീവിതത്തിൽ എനിക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ആരെങ്കിലുമായിട്ട് ഒരുമിച്ച് ചേരാനുള്ളൊരു ചോയ്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ നിന്നെ തന്നെയാണ് ചൂസ് ചെയ്യുക എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടാണ് ഇവിടെ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, യുവർ സെൻസ് ഓഫ് ഹ്യൂമർ ഓൾവേസ് ലൈറ്റ്സ് അപ്പ് മൈ ഡേ. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തമാശകളൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, അവരുടെ ലൈഫിനെ ഒന്ന് ബ്രൈറ്റ് ആക്കിയിരുന്നു അതെല്ലാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. ഓക്കെ, സ്നേഹം എന്താണെന്ന് മനസ്സിലായത് നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എന്നാണ് അവർ പറയുന്നത്. യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഏറ്റവും നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയമാണ് എന്നാണ് പറയുന്നത്. ഐ നീഡ് യു ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ ഹോൾ എക്സിസ്റ്റൻസ്. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണം, അതുപോലെ തന്നെ അവരുടെ ജീവിതം മൊത്തത്തിലും അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളെ മുഴുവനായിട്ടും നിങ്ങളെ വേണം, നിങ്ങളുടെ മനസ്സ്, ശരീരം, അതുപോലെ തന്നെ എല്ലാം, നിങ്ങളുടെ ചിന്തകൾ ഓരോ മിനിറ്റും അവർക്ക് വേണം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. വി ഗോ ടുഗദർ ലൈക്ക് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ടുഗദർ ഒരുമിച്ച് ചേർന്ന് പോകും എന്നാണ് പറയുന്നത്. I am so full of love for you that I could not possibly keep it in. Okay, എനിക്ക് നിന്നോട് വളരെയധികം സ്നേഹമുണ്ട്, പക്ഷെ അത് എപ്പോഴും നിന്റെ അടുത്ത് കാണിക്കാനോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, you teach me how to have self discipline and become a healthy person. ഓക്കെ, നിങ്ങളാണ് അവരെ പഠിപ്പിച്ചു കൊടുത്തത് സെൽഫ് ഡിസിപ്ലിനും അങ്ങനെ ഹെൽത്തി ഒരു പേഴ്സൺ ആയിട്ടിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് വല്ല ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ആ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ അവർ മാറ്റി നല്ല ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു സെൽഫ് ഡിസിപ്ലിനും അതുപോലെ ഹെൽത്തി പേഴ്സൺ ഒക്കെ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ സഹായിച്ചു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്ന മ്യൂസിക്. ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 7 days എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്ക് കിട്ടുന്നു. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. May month, July month, number 22, feels past life connection. Okay,
ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. നമ്പർ 32 നെയിൽ പോളിഷ്. ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. സിംഗിങ്, പാട്ട് പാടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ്. നമ്പർ 46, നമ്പർ 41, ലെറ്റർ കെ. ബ്ലാക്ക് കളർ, 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. നമ്പർ 23, റെഡ് കളർ. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ബി കിട്ടുന്നുണ്ട്. നമ്പർ 5, 2002, ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഒരു ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി കണ്ടു നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.